സ്വർണ്ണക്കപ്പ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, എല്ലാം പൂർത്തിയായി, ഇനി അരങ്ങുണരാൻ മാത്രം കാത്തിരുന്നാൽ മതിയല്ലേ? അതെ, ഇനി അരങ്ങൊന്ന് ഉണർന്നു കിട്ടിയാൽ മതി. ഏതാനും മണിക്കൂറുകളെ അതിനുള്ളൂ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേളയാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 63ാമത് സംസ്ഥാന കലാമേളയിൽ 108 പോയിന്റിനാണ് തൃശ്ശൂർ കപ്പുയർത്തിയത്. പാലക്കാടിന് 1 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് കപ്പ് നഷ്ടമായത്. എന്നാൽ ഇപ്രാവശ്യം കപ്പ് ഉയർത്തുമോ എന്നതായിരിക്കും. പാലക്കാടിന്റെ കാറ്റ് ഇവിടെ വീശുമോ, അല്ലെങ്കിൽ ശക്തന്റെ മണ്ണിൽ തൃശ്ശൂർ തന്നെ ശക്തി തെളിയിക്കുമോ, അല്ലെങ്കിൽ കോഴിക്കോട് അവരുടെ ഇത്തരത്തിൽ പലതവണ കപ്പ് ഉയർത്തിയ കോഴിക്കോടിന്റെ തിരിച്ചുവരവുണ്ടാകുമോ എന്നതൊക്കെയാണ് ഇവിടെ ചോദ്യം. ഇപ്പോൾ ഇതാ പ്രധാന വേദിയിൽ കപ്പ് എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇനി തൃശ്ശൂരിൽ ഊണും ഉറക്കവും ഇല്ലാത്ത ദിവസങ്ങളാണെന്ന് പറയാം ദിവ്യ. ഇനി കലാമാമാങ്കമാണ്. 15,000-ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ വിവിധ കലാപരിപാടികളുമായിട്ട് എത്താൻ പോകുന്നത്. അതിൽ നമുക്കറിയാം ഹൈലൈറ്റ് ആയിട്ട് സംഘനൃത്തം, അതുപോലെ തന്നെ ഒപ്പന, നാടകം എന്നിവയൊക്കെ അരങ്ങ് തകർക്കാൻ പോകുന്ന കാഴ്ചയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സമകാലികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കും ഈ കലയിലൂടെ പുറത്തേക്ക് വരിക എന്നതാണ്. അതൊക്കെ വലിയ ചർച്ചകളിലേക്കൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് അതൊക്കെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ലോകത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഈ കുട്ടികളിലൂടെ ഇനി കലയുടെ രൂപത്തിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നതൊക്കെ വളരെ ഊർജ്ജസ്വലത്തോടെ നമ്മൾ വരും ദിവസങ്ങളിൽ ഇനി അത് കാണാൻ പോവുകയാണ് എന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇവിടെ എല്ലാവരിലുമുണ്ട്. അത്തരത്തിൽ തൃശ്ശൂർ ഉണരുകയാണ്. തൃശ്ശൂർ ജനതയിൽ തന്നെ ആ ഒരു ഓളം നമുക്ക് കാണാൻ കഴിയും. കൂടാതെ തന്നെ ശക്തന്റെ മണ്ണ്, സാംസ്കാരിക മണ്ണ്, അത്തരത്തിൽ പൂരങ്ങളുടെ മണ്ണായിട്ടുള്ള തൃശ്ശൂരിൽ ഒരു കലാമേള നടക്കാൻ പോവുകയാണ്. അതും കഴിഞ്ഞ വർഷം അവർ കപ്പുയർത്തി ശക്തി തെളിയിച്ച ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വീണ്ടും ഒരു കലാമേള വരുന്നത്. എല്ലാം കൊണ്ടും തൃശ്ശൂർ സജ്ജമാണ്. ഇപ്പോൾ കപ്പിത പ്രധാന വേദിയിൽ എത്തിയിട്ടുണ്ട്. ഈ കപ്പിനെ നോക്കിയാണ് 14 ജില്ലയിൽ നിൽക്കുന്നതെന്ന് പറയാം. അതിൽ ഏറ്റവും 3 ജില്ലയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അത് തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്. അല്ലെങ്കിൽ ഇവരെ 3 പേരെയും പിന്നിലാക്കി വേറൊരു ജില്ലയുടെ ഉദയം ഉണ്ടാകുമോ എന്നൊക്കെ രസകരമായിട്ടുള്ള പല ചിന്തകളുമാണ് ഇപ്പോൾ മനസ്സിൽ വരുന്നത്. കുട്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ്. അവരൊക്കെ എങ്ങനെയെങ്കിലും ഈ കപ്പ് ഉയർത്തണം, ഈ കപ്പിലേക്കാണ് എല്ലാ കണ്ണുകളും എന്ന് പറയാം. അത്രയും ആ കപ്പിന്റെ ഒരു ഓറ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്കും ഒരു ആകാംക്ഷയാണ് ആരുയർത്തും ഈ കപ്പ് എന്നിങ്ങനെ ഇത്രയും അടുത്ത് നിന്ന് കാണുമ്പോൾ, ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും ആരുയർത്തും ഈ കപ്പ് എന്നത്. അത്തരത്തിൽ ഓരോ മത്സരാർത്ഥിയും ഈ കപ്പിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണെന്ന് പറയാം. പക്ഷെ അതിനപ്പുറം കലയുടെ കൂടി ഒരു ഉത്സവമാണ് നടക്കാൻ. സ്വർണ്ണക്കപ്പ് പ്രധാന വേദിയിൽ എത്തിച്ചു കഴിഞ്ഞു.